കഴിഞ്ഞ ദിവസം വളരെ ദുരൂഹമായൊരു വാർത്ത കിട്ടി, ഞെട്ടിക്കുന്ന ഒന്ന്. കേരളത്തിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ഒപ്പം അവരുടെ സുഹൃത്തും അരുണാചൽ പ്രദേശിലെ സിറോബാലിയിൽ പോയി ഒരു റൂമെടുത്ത് അവിടെ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ചോര വാർന്ന് മരിച്ച നിലയിലാണ് 3 പേരെയും കണ്ടത്. ആത്മഹത്യ എന്തിനാണെന്നുള്ള അത്ഭുതം ഉണ്ടായിരുന്നു ആദ്യം. പിന്നീട് പുറത്തു വരുന്ന അവർ മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് പോയി ഈ ആത്മഹത്യ ചൂസ് ചെയ്തു എന്നതാണ്. പരലോകത്ത് വേറെ ഒരു ഗ്രഹത്തിൽ വേറെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയും എന്ന് ഈ ഭർത്താവ് ഭാര്യയെയും ഒപ്പം സുഹൃത്തിനെയും കൺവിൻസ് ചെയ്തു. അവരങ്ങനെ മരണം ചൂസ് ചെയ്തു എന്നാണ്. ഇപ്പോൾ അവരുടെ ഇമെയിൽ വിശദാംശങ്ങളൊക്കെ പോലീസ് ട്രേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇവർ ഈ ബ്ലാക്ക് മാജിക്കിന് ഇരകളാക്കപ്പെട്ടു എന്നതാണ്. നമ്മൾ കേരളത്തിലിപ്പോൾ ബ്ലാക്ക് മാജിക്കിൻ്റെ മന്ത്രവാദത്തിൻ്റെ കഥകൾ ആദ്യം കേൾക്കുകയല്ല. മന്ത്രവാദത്തിൽ ആളുകൾ ചൂസ് ചെയ്യുന്നതും അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള അതിക്രിയകൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഏർപ്പാട് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. നമ്മൾ എലന്തൂരൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് ആളുകളിങ്ങനെ മരണം. ഒരു കുടുംബത്തിലെ 8-9 പേരൊക്കെ ഒറ്റ ദിവസം രാത്രി മരിച്ചത്, ആത്മാക്കളായും വേറെ സ്ഥലത്തേക്ക് പോകാൻ ആത്മഹത്യ ചെയ്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇത് പക്ഷേ വീണ്ടും വീണ്ടും കേൾക്കുകയാണ് കേരളത്തിൽ നിന്ന്. സാർ, ഇപ്പോൾ കേരളത്തിലെ ആളുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ വിചാരിക്കുമ്പോഴും പക്ഷേ ഇതിലൊക്കെ ആളുകൾ എങ്ങനെയാണ് ഈ ട്രാപ്പിലായി പോകുന്നത്? അത്ഭുതം തോന്നുന്നു നമുക്ക്. ഉറപ്പായിട്ടും അത് എഡ്യൂക്കേറ്റഡ് ആണെന്ന് മാത്രം പറഞ്ഞ പറയും. 2 ഡോക്ടേഴ്സാണ്, ആയുർവേദിക് ഡോക്ടേഴ്സാണ്. എന്നാലും 2 പേർ ഡോക്ടേഴ്സാണ്. ഈ ഭാര്യയും ഭർത്താവും. കൂടെ മരിച്ച പെൺകുട്ടി ടീച്ചറാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഒരു വളരെ എലീറ്റ് ആ ലെവലിൽ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റപ്പെട്ടതല്ല എന്ന് മാത്രമല്ല, കേരളീയ സമൂഹത്തിൻ്റെ ഉള്ളറകളിൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തുറന്നു കിടക്കപ്പെടാത്ത ഒരുപാട് അറകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഈ എലന്തൂർ നരഹത്യ വിഷയം വന്ന സമയത്ത് കുറേ തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള അനാചാരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരിക. ആ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിതം, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതിന് നടപടികൾ എടുക്കാൻ നമുക്ക് സാധ്യതയുണ്ടല്ലോ എന്ന രീതിയിലുള്ളൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അതൊട്ടും ഫലിച്ചില്ല എന്ന് മാത്രമല്ല, ആ ബില്ല് തന്നെ യഥാർത്ഥത്തിൽ നിയമമായില്ല. അതിൻ്റെ കാരണങ്ങൾ ഈ അന്ധവിശ്വാസം എന്ന പേരിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ആൾ ദൈവങ്ങളുടെ എന്ന പേരിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് പ്രമുഖർ മുതൽ താഴെത്തട്ടിൽ വരെ പല ഇടങ്ങളിലും നമുക്ക് കേരളത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രവൃത്തികൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ വരികയും അത് വിലക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായ ഭൂകമ്പത്തിന് കാരണമാകാവുന്ന നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പിന്നീട് അതിൽ മുന്നോട്ട് പോകാതിരുന്നത്. ബില്ല് അവതരിപ്പിച്ച ബില്ല് സർക്കാർ തന്നെ പിൻവലിക്കുകയാണ് ഒരർത്ഥത്തിൽ ചെയ്തത്. ഇത് വാസ്തവത്തിൽ ഇത് അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ ദൈവവിശ്വാസം എന്നത് മാത്രമല്ല, പരലോകത്തെക്കുറിച്ച് ഇപ്പോൾ മതങ്ങൾ വളരെ കൃത്യമായി, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനം ജീവിത സ്നേഹമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നടത്തുന്ന മതപരമായ ആചാരങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടാൽ തന്നെയും അതിലുപരിയായി അന്ധവിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെട്ടുപിണഞ്ഞ ഒരു ദുർഗ്രഹമായ അവസ്ഥയുടെയും ഒരു വലിയ ലെയർ കേരളത്തിൻ്റെ അടിത്തട്ടിൽ കിടപ്പുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമുക്ക് അത്ര എളുപ്പത്തിൽ അത് റിവീൽ ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആൾ ദൈവങ്ങൾ നമ്മൾ സാധാരണ ദൈവങ്ങളല്ലല്ലോ. സാധാരണ ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും എല്ലാം വേറൊരു നിലയിലാണ്. ഇതങ്ങനെയല്ല. ഇത് ജീവിച്ചിരിക്കുന്നവർ തന്നെ ദൈവങ്ങളാണ് എന്ന് കരുതി അവരെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ പോയി കാല് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര പരിഷ്കൃതരായാലും അവരുടെ ഉള്ളിൽ ഒരു ഇരുട്ടറ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ ഇരുട്ടറയിൽ നിന്നാണ് ഈ സാധനങ്ങൾ മുഴുവൻ വരുന്നതെന്നാണ്. ഇപ്പോൾ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഇത് ഈ കണ്ടത് മാത്രമല്ല, കുറച്ച് നാൾ മുമ്പാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരു വലിയ ഫാമിലിയെ ഇതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ കൂട്ടക്കൊലയ്ക്കിരയാക്കിയ സംഭവം. അതെ, അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമാനമായ പല സംഭവങ്ങളും ഇപ്പോൾ ഇലന്തൂർ അതിനുശേഷം വന്നതാണ്. എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ നടക്കാവുന്ന നിലയിലുള്ളൊരു സംഗതി ഉണ്ട് എന്നാണ്. ഇത് ഇപ്പോൾ നമ്മൾ നവോത്ഥാനത്തിൻ്റെയൊക്കെ പേരിൽ പറഞ്ഞു നടന്നിരുന്ന കേമത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കേമത്തങ്ങളുടെ ഒരു പരാജയം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമാനമായി തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കായിരുന്നു നമ്മുടെ സനൽ ഇടമറകുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം ഒരു മാഗസിനിൽ വന്നത്.
എന്തൊരു ശക്തമായ ഏതൊക്കെ നിലയിലുള്ള വ്യാപ്തിയുള്ള ആശയങ്ങൾ പിന്നെ യുക്തിവാദ പ്രസ്ഥാനം കേരളത്തിൽ മുന്നോട്ട് വെച്ചതാണ്. അതിൻ്റെ ഭാഗമായി അത് പല നിലയ്ക്കും വികസിച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഇന്നിപ്പോൾ യുക്തിവാദം എന്ന് പറയുന്നത് എന്താണ്? വളരെ കേവലമായ ഫലത്തിൽ പല പിന്നെ അതെ സ്വഭാവമുള്ള ഒരു റൈറ്റ് വിങ് പിന്നെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്നെ ഒരു അതിൽ എത്തി നിൽക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതെ, അതാണ് കാണുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അതെ അതിൽ നിന്നൊക്കെ പിന്നാക്കം പോയി വേറൊരു ലോകത്ത് നിൽക്കുകയാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. വല്ലാത്ത ഇരുട്ടറകളുണ്ട് നിഷാദ്. ദിവസം ഇപ്പോൾ ഈ സാത്താൻ സേവ, ആൻറ്റി ക്രൈസ്റ്റ്, അങ്ങനെയുള്ള ഈ ഡെവിളിനെ ആരാധിക്കുക പോലെയുള്ള ഒരുപാട് സങ്കേതങ്ങളുണ്ട് അത്രയും. അപ്പോൾ അതിന് മേലിലുള്ള കൂട്ടായ്മകൾ, നെറ്റ്വർക്കുകളൊക്കെ വളരെ സജീവമായിട്ട് കേരളത്തിലുണ്ട്. ഇത്തരം കേസുകൾ വരുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ അത്തരം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇത്തരം പുതിയ പുതിയ സങ്കേതങ്ങളെ, ആശ്രയങ്ങൾ, കേന്ദ്രങ്ങളെയൊക്കെ തേടിപ്പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അതിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ എനിക്ക് വിയോജിപ്പുള്ളൊരു കാര്യം വെച്ചാൽ കേരളം ഇത്ര എഡ്യൂക്കേറ്റഡായ സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതല്ല. ഇത് നോക്കൂ, ഈ ജാതി ഏർപ്പാടുകൾ ഏറ്റവും കൂടുതലുള്ള എവിടെയാണെന്നറിയോ? അമേരിക്കയിലാണ്, പിന്നെ യൂറോപ്പിൽ, പിന്നെ ജപ്പാനിൽ. കൾട്ടുകൾ ഈ ഡൂംസ് ഡേ ഗ്രൂപ്പുകൾ, ബ്ലാക്ക് മാസ് എന്താ അതിന് പറയുക, കറുത്ത കുർബാന, പിന്നെ ചർച്ച് ഓഫ് സാത്താൻ വലിയ ഇതാണ് അമേരിക്കയിൽ. വലിയ 95 എൻ്റെ ഓർമ്മ, ജാപ്പനിൽ നിന്നൊരു വാർത്ത ഉണ്ട്. ഓം ഷിൻറിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓം ഷിൻറിക്കോ എന്ന് പറയുന്നത് ഇതേമാതിരി ഒരു കൾട്ടാണ്. ജപ്പാനെ കുറിച്ച് മനസ്സിലാക്കണം, വിദ്യാഭ്യാസം, ടെക്നോളജി എല്ലാറ്റിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവർ പിന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള കഠിന വ്രതങ്ങളുണ്ട്. അതിൽ ആ കൾട്ടിൻ്റെ ഭാഗമാകാൻ എനിക്ക് തോന്നുന്നത് എത്രയോ മാസം വ്രതമെടുക്കണം, പട്ടിണി കിടക്കണം. ആ വ്രതം എടുക്കുക വെച്ചാൽ ഭക്ഷണം, വെള്ളം ഒഴിവാക്കുക എന്ന് മാത്രമല്ല, പലതരം ചിട്ടകളുണ്ട്. കഴുത്തറ്റം വരെ ഐസ് വെള്ളത്തിൽ നിൽക്കണം, എത്രയോ ദിവസം അങ്ങനെയുണ്ട്. അതേമാതിരി ചൂടുവെള്ളത്തിൽ നിൽക്കണം, ദിവസങ്ങളോളം പട്ടിണി കിടക്കണം. പട്ടിണി കിടന്നിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ എന്നിട്ട് ആ വ്രതം മുറിക്കുന്നത് എങ്ങനെയായിരിക്കണം വെച്ചാൽ, ഒരു ജപ്പാനിൽ ലഭ്യമായിട്ടുള്ള അങ്ങേയറ്റം കയ്പുള്ളൊരു കടൽപ്പായലുണ്ട്. ആ കടൽപ്പായൽ ജ്യൂസ് അടിച്ചിട്ട് അത് കുടിച്ചിട്ട് വേണം വ്രതം, നോമ്പ് മുറിക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള കഠിനമായ ചിട്ടകളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോയാൽ ഇതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അവർ ഈ ഡൂംസ് ഡേ കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. ഒരു ദിവസം അവർ കണ്ടൊരു ദിവസം ഉണ്ടായിരുന്നു ഡൂംസ് ഡേ ആയിട്ട്. അന്ന് അവരെന്താ ചെയ്തതെന്ന് അറിയാം, അവിടുത്തെ ഈ മെട്രോ ലൈനിലൊക്കെ സരിൻ വാതകം അടിച്ച് കയറ്റിയിട്ട് കുറേ മനുഷ്യരെ കൊന്നു. കുറേ മനുഷ്യർ, നൂറുകണക്കിന് മനുഷ്യർ അവർ കാഴ്ച ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ജപ്പാൻ സരിൻ അറ്റാക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ അത് ഈ ഗ്രൂപ്പാണ് ചെയ്തത്. നോക്കണം, ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇഷ്ടം പോലെ ഗ്രൂപ്പുകൾ അമേരിക്കയിൽ, അത് കൂടുതലും ക്രിസ്ത്യനിതവുമായി ബന്ധപ്പെട്ടാണ്. അമേരിക്കയിലും ഈ ബ്ലാക്ക് മാസ് തുടങ്ങുന്നത് തന്നെ ഫ്രാൻസിൽ നിന്നാണ് മനസ്സിലാക്കണം. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും മുന്നോട്ട് പോയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അപസർപ്പക സ്വഭാവത്തിലുള്ള പലതരം ചിട്ടകളും പരിപാടികളൊക്കെ ഉണ്ട് ഈ ബ്ലാക്ക് മാസിൽ. വീഞ്ഞാണല്ലോ മാസിൽ ഉപയോഗിക്കുന്ന ഇത്. ഇവർ വീഞ്ഞിന് പകരം ഉപയോഗിക്കുന്നത് പിന്നെ മദ്യവും ആർത്തവരക്തവും കൂട്ടിച്ചേർത്ത് പാനം ചെയ്യുക, മൂത്രവും വീഞ്ഞും കൂട്ടിച്ചേർത്ത് പാനം ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ പകരുന്നതിന് പകരം തലയോട്ടിയിൽ ഒഴിച്ച് സേവിക്കുക. ഇങ്ങനെയൊക്കെ മറ്റേ രീതിയെ കംപ്ലീറ്റ് കളങ്കപ്പെടുത്തുന്നില്ല. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതാണ് ബ്ലാക്ക് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ മാസിൽ എന്താണോ സംഭവിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള. അതേമാതിരി ഈ സംഘരതി, കൂട്ടരതിയിൽ ഏർപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള പല സ്ത്രീകളുടെ നഗ്ന ശരീരം, ഈ പറയുന്ന എല്ലാ ബ്ലാക്ക് മാസിൻ്റെ തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ട്, വേരിയൻസ് ഉണ്ട്. ഇതിനകത്തെല്ലാം നഗ്ന സ്ത്രീ എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നഗ്ന സ്ത്രീ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. കൂട്ടരതി കോമൺ ആയിട്ടുള്ള കാര്യമാണ്. രക്തം എല്ലാറ്റിലും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇത് പോകുന്നുണ്ട്. ഡൂംസ് ഡേ കോൺസെപ്റ്റ്, ഒരു നിശ്ചിത ദിവസം അത് അന്ത്യദിനം ആകും എന്ന് വിചാരിക്കുന്നു. അന്നേക്ക് ഞാൻ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്ന അവരുടെ നേതാവ്. നോക്കൂ, കേരളത്തിൽ ഈ ഡൂംസ് ഡേ കോൺസെപ്റ്റായിട്ട് നടക്കുന്നൊരു സഭയുണ്ട്. ഇവിടെ നമ്മുടെ തൃശ്ശൂർ മൂരിയാട് കേന്ദ്രീകരിച്ച് ഇമ്മാനുവൽ ദ എംപറർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൾട്ടെന്നോ ഒരു സഭ എന്നോ സമാന്തര സഭ എന്നോ പറയാവുന്ന ഒരു സംവിധാനമാണ്. കേരളത്തിലെ
പ്രസിദ്ധനായ ഒരു CPIM നേതാവിൻ്റെ ബോഡി ഗാർഡായിട്ട് ഗൺമാനായിട്ട് 13 വർഷത്തോളം സേവനം ചെയ്ത ഒരു കക്ഷി ഇപ്പോൾ അവിടെയാണുള്ളത്. അദ്ദേഹമാണ് അവരുടെ പല കാര്യങ്ങളും നോക്കി നടത്തുന്നത്. പല കാര്യങ്ങളും നോക്കി നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സഭയിൽ ഒരാൾ അംഗമായി ചേരാൻ, ഇപ്പോൾ നിഷാദ് ആ സഭയിൽ ചേരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഷാദിൻ്റെ സ്വത്തുക്കൾ അവർക്ക് എഴുതി കൊടുക്കണം. അങ്ങനെയാണ് ധാരാളം ആളുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിഷാദ് അങ്ങനെ ചേരുമ്പോൾ നിഷാദ് കുടുംബ സ്വത്ത് അങ്ങോട്ട് എഴുതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും, കുടുംബത്തിൽ പ്രശ്നമുണ്ടാവും. ചിലപ്പോൾ നിഷാദ് ഭാര്യയും കുടുംബത്തേക്ക് കൂട്ടിച്ചേരുന്നതായിരിക്കാം, കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ അല്ലാതെ പോകാമെന്ന് വിചാരിക്കുക, ഭാര്യ വീട്ടുകാർ പ്രശ്നമാക്കും. അപ്പോൾ അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. അത് അനുബന്ധമായുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാനേജ് ചെയ്യുന്നത് ഈ CPM നേതാവിൻ്റെ ബോഡി ഗാർഡായിട്ട് ഗൺമാനായിട്ടുണ്ടായിരുന്ന കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല അതാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഒരു വനിതാ അത്ലറ്റ്, അവിടുത്തെ പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രചാരകയാണ്. എന്നെ പല സമയത്ത് അവർ വിളിക്കുകയും സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, ഇത്രയും പ്രധാനപ്പെട്ട കോളേജ് പ്രൊഫസർമാരായിരുന്ന ആളുകൾ, പോലീസ് ഓഫീസേഴ്സ് ആയിരുന്ന ആളുകൾ, ഇവരൊക്കെ അവിടുത്തെ ഡിസൈപ്പിൾസായിട്ട് അവിടെ കൂടാരം കെട്ടി താമസിക്കുകയാണ്. കൂടാരപ്പുര എന്നാണ് പറയുക. നമ്മളവിടെ പോയി താമസിക്കുമ്പോൾ കൂടാരപ്പുര എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പലതരം എലമെൻറ്റ്സ് കേരളത്തിനകത്ത് തന്നെയുണ്ട്. കൂടുതലും ഈ ക്രിസ്ത്യൻ സഭയിൽ നിന്ന്, പരമ്പരാഗത ക്രിസ്ത്യൻ സഭയിൽ നിന്ന് വിഘടിച്ച് പോയിട്ടുള്ള ആളുകളാണ് ഇത്തരം സംഗതിയിൽ ചെയ്യുന്നത്. ആ നിലക്കുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, കൾട്ടുകൾ, ഇതൊക്കെ ഉണ്ടായി വരുന്നു. പരമ്പരാഗത സഭയ്ക്കാണ് അത് ഏറ്റവും കൂടുതൽ ആഘാതം. നോക്കൂ, ഈ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള ഈ ക്രിസ്ത്യൻ വലതുപക്ഷ ഗ്രൂപ്പുകളുണ്ടല്ലോ, കാസ പോലെയുള്ള തീവ്ര വലത് ഗ്രൂപ്പ്, അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഏറ്റവും പ്രധാനമായിട്ട് മുസ്ലിം വിരോധം, അപ്പം പാലാ ബിഷപ്പാണെങ്കിലും കാസ പോലുള്ള സംഘടനയാണെങ്കിലും ക്രിസ്ത്യാനികൾ പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനസംഖ്യാപരമായിട്ടുള്ള പ്രശ്നമാണ്. അതിഭയങ്കരമായുള്ള കുടിയേറ്റം നടക്കുന്നു. ചെറുപ്പക്കാരുടെ അളവ്, അവരുടെ പ്രൊപ്പോർഷൻ കമ്മ്യൂണിറ്റിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൗതിക പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം ദൈവശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമാണ്. ദൈവശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വകയിലുള്ള പലതരം ന്യൂ ജനറേഷൻ സഭകൾ, ന്യൂ ജനറേഷൻ കൾട്ടുകൾ, ഡൂംസ് ഡേ ഗ്രൂപ്പുകൾ, ഇവരൊക്കെ കൂടി കൊണ്ടുവരുന്ന പലതരത്തിലുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള അലമ്പുകളുണ്ട്. അതിനോട് എങ്ങനെ എൻഗേജ് ചെയ്യണം, അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന പരമ്പരാഗത സഭ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനുള്ള എളുപ്പ വഴിയായിട്ടാണ് അവർ ഈ മുസ്ലിം വിരോധത്തെ കാണുന്നത്. ഇതൊക്കെ ഈ ഒരു ഓവർഡോസ് ഇതിങ്ങനെ കൊടുത്താൽ മറ്റേതങ്ങ് സെഡേറ്റ് ചെയ്യാം എന്നാണ് അവർ വിചാരിക്കുന്നത്. തെറ്റായൊരു നിഗമനമാണ്. പക്ഷേ ഇത് കേരളത്തിലെ ഒരു അണ്ടർ ദ കാർപ്പറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു ഫോഴ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം. അതിന് നിയമം കൊണ്ട് മറികടക്കാൻ പറ്റുകയില്ല. അന്ധവിശ്വാസ വിരുദ്ധ ബില്ല്, അത് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അന്ധവിശ്വാസത്തിന് വിശ്വാസത്തെയും നിയമപരമായിട്ട് ഇങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്ത് ഇത് അന്ധവിശ്വാസം പിടിക്കവനെ പൂട്ടവനെ ഇതൊന്നും ഇത് പരിഹരിക്കാൻ പറ്റില്ല. അത് വിശ്വാസപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടൊക്കെ കാണുകയും മറികടക്കുകയും ചെയ്യേണ്ട കാര്യം. യെസ്, അതങ്ങനെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ നിയമം കൊണ്ടോ പരിഹരിക്കാൻ കഴിയാത്ത വിധം വലിയ ഒരു സങ്കീർണ്ണ പ്രശ്നമാണ്.